തുടർച്ചയായി ദുരന്ത ഭൂമികയാവുകയാണ് വയനാട് എന്നുള്ളതാണ്. നമുക്കറിയാം, അതീവ ദുർബലവും വൾണറബിളുമായ ഒരു ഭൂപ്രകൃതി ആ ഭൂപ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. കാരണം നേരത്തെയും നിരവധി ദുരന്തങ്ങൾ നമ്മൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് വെളുപ്പിനെ മുതൽ ഉണ്ടായത് സമാനതകളില്ലാത്ത ഒരു ദുരന്തമാണ് എന്ന് തന്നെ വേണം ചേർത്ത് വായിക്കാൻ. ഈ വളരെ പ്രധാനപ്പെട്ട രണ്ട് പ്രദേശങ്ങൾ, വയനാടിൻ്റെ ടൂറിസം മേഖലകളാണ് ഇത് രണ്ടും എന്നുള്ളത് കൂടി ഇതിലൂടെ ചേർത്ത് വായിക്കണം. നമുക്കറിയാം, ടൂറിസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സഞ്ചാരികൾ വരുന്ന പ്രധാനപ്പെട്ട ഒരു ടൂറിസം സീസൺ കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇവിടെ മുണ്ടക്കൈയിലും ചൂരൽമലയിലുമായി നമ്മൾ രാവിലെ മുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് മൂന്ന് ഉരുൾപൊട്ടലുകൾ. മുണ്ടക്കൈയിൽ ആദ്യഘട്ടത്തിൽ മുണ്ടക്കൈയിലായിരുന്നു. അത് വെളുപ്പിന് 1 മണി സമയത്താണ് മുണ്ടക്കൈ പ്രദേശത്ത് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അവിടെ വലിയ ശബ്ദത്തോടുള്ള ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു. തൊട്ട് താഴെ ഈ ചൂരൽമല എന്ന ഒരു ഗ്രാമപ്രദേശം, ഒരു ചെറിയ ഒരു പട്ടണമായി വളർന്നു വരുന്ന സ്ഥലമാണ്. അവിടെയും ജനവാസ മേഖലയാണ്, നിരവധി ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. അതിൻ്റെ സമീപത്ത് കൂടിയാണ് പുഴ, ശക്തമായ ഒഴുക്കുള്ള പുഴ ഒഴുകി പോകുന്നത് എന്നുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഈ രണ്ടാമത്തെ ഉരുൾപൊട്ടൽ, ആദ്യത്തേത് മുണ്ടക്കൈയിലായിരുന്നുവെങ്കിൽ രണ്ടാമത്തെ ഉരുൾപൊട്ടൽ ഈ ചൂരൽമലയിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അങ്ങനെ അതിനുശേഷം ഒരു ഉരുൾപൊട്ടൽ കൂടി 1 മണിക്കൂറിനകമാണ് ഈ 2 ഉരുൾപൊട്ടലെങ്കിൽ മറ്റൊരു ഉരുൾപൊട്ടൽ, അത് കഴിഞ്ഞ് 2-2.5 മണിക്കൂറിന് ശേഷം മറ്റൊരു ഉരുൾപൊട്ടൽ, അങ്ങനെ 3 ഉരുൾപൊട്ടലാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഈ ചൂരൽമല എന്നുള്ള സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് ശക്തമായ പുഴയുണ്ട്. ഈ മുണ്ടക്കൈയുമായി ഉള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പാലം ഈ മുണ്ടക്കൈയെ പുറത്തുള്ള ആളുകളുമായി ബന്ധപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പാലമുണ്ടായിരുന്നു. ഈ ശക്തമായ ആദ്യത്തെ ഉരുൾപൊട്ടൽ തന്നെ ഈ പാലം ഏതാണ്ട് പൂർണ്ണമായും ഒലിച്ചു പോകുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാവുകയും ഈ പുഴയുടെ വീതി അത് ഇരട്ടിയോളം വർദ്ധിക്കുകയും ചെയ്യുകയാണ്. അതായത് അത്ര ശക്തമായാണ് മണ്ണും ചെളിയും കല്ലും മരക്കുറ്റികളും മറ്റും ഒഴുകിപ്പോയത്. അതോടുകൂടി ഭൂപ്രദേശം മുഴുവൻ ഇല്ലാതാവുകയാണ്. നമുക്കറിയാം, വയനാടിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത നമുക്കറിയാം. ചെങ്കുത്താണ് അവിടുത്തെ കൂടുതൽ പ്രദേശങ്ങളും. മണ്ണ് അതീവ ദുർബലമാണ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. പിന്നെ നനഞ്ഞു കുതിർന്നുള്ള മണ്ണാണ്. കാരണം തുടർച്ചയായ ദിവസങ്ങളിൽ അതിശക്തമായ മഴ പെയ്യുന്ന ഒരു പ്രദേശമായതുകൊണ്ട്, തുടർച്ചയായ ദിവസങ്ങൾ അങ്ങനെ ഉള്ളതുകൊണ്ട് ചെങ്കുത്തായ പ്രദേശം, ഈ നനഞ്ഞു കുതിർന്ന മണ്ണുള്ള സ്ഥലം, അതീവ ദുർബലമായ ഭൂപ്രകൃതി, ഇതൊക്കെ ഇതുപോലെയുള്ള ഒരു ഈ ഉരുൾപൊട്ടലൊക്കെ, ലാൻഡ്സ്ലൈഡൊക്കെ ഇങ്ങോട്ട് വന്നാൽ വളരെ പെട്ടെന്ന് തകർന്നു പോകുന്ന ഭൂപ്രകൃതിയാണ് എന്നുള്ളതാണ്. അവിടെയാണ് ഈ ചൂരൽമലയിലെ ഒരു പ്രധാന പ്രത്യേകതയായി ഞാൻ ഈ പറഞ്ഞത്. ചൂരൽമല നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളുള്ള പ്രദേശമാണ്. അവിടെയും ടൂറിസം കേന്ദ്രങ്ങൾ നിരവധിയായ ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നാൽ ഈ ദൃശ്യങ്ങളിലേക്കൊന്ന് പോവുക. ഇത് ചൂരൽമലയ്ക്ക് സമീപമുള്ള GVHSS വെള്ളാരമല എന്ന സ്കൂളാണ്. ഇത് ഈ അപകടത്തിന് മുൻപ് ഈ സ്കൂളിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അപകടത്തിന് മുമ്പ് ഈ സ്കൂൾ ഇങ്ങനെയായിരുന്നു. വിശാലമായ ഗ്രൗണ്ടാണ്. ഒരു ഹെലികോപ്റ്ററൊക്കെ വന്നു കഴിഞ്ഞാൽ ഹെലികോപ്റ്റർ ഇവിടെ ഇറങ്ങാൻ സാധിക്കുന്ന തരത്തിലുള്ള ഹെലിപാഡൊക്കെ നിർമ്മിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഗ്രൗണ്ടാണ്. ഈ സ്കൂള് 2 നില സ്കൂളാണ്. ഈ സ്കൂളിൻ്റെ ദൃശ്യങ്ങൾ വളരെ കൃത്യമായി തന്നെ പ്രേക്ഷകർക്ക് ഇതിന് മുൻപുള്ളത് കാണാം. ഇവിടെ കഴിഞ്ഞ 3-4 ദിവസങ്ങളായി ശക്തമായ മഴ ആയതുകൊണ്ട് പല മേഖലകളിലും താഴ്ന്ന മേഖലകളിലൊക്കെ വെള്ളം കയറി. തുടർന്ന് ഈ സ്കൂളിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുകയായിരുന്നു. ദുരിതാശ്വാസ ക്യാമ്പായി ആ സ്കൂൾ പ്രവർത്തിക്കുകയായിരുന്നു. അതിശക്തമായ ഉരുൾപൊട്ടൽ ഈ സ്കൂളിനെ ഏതവസ്ഥയിൽ എത്തിച്ചു എന്നുള്ളത് കൂടി നിങ്ങളൊന്ന് കാണണം. ഇപ്പോൾ ഈ സ്കൂളിൻ്റെ അവസ്ഥ ഏതാണ്ട് ഇതാണ്. കുറച്ചുകൂടി കൃത്യമായ ദൃശ്യത്തിലേക്ക് പോയാൽ നോക്കുക, മരത്തടി അടക്കം ഈ പറഞ്ഞതുപോലെ വീണ്, ഈ മരങ്ങളൊക്കെ വീണ് ഈ പുഴ ശക്തമായി ഒഴുകുന്നു. ഈ സ്കൂളിൻ്റെ ഈ രണ്ടാമത്തെ നില വരെ ചെളിയും മണ്ണും അടിഞ്ഞുകൂടി, മരക്കമ്പുകളും അടിഞ്ഞുകൂടി ഈ സ്കൂള് ഏതാണ്ട് ഇല്ലാതായ പശ്ചാത്തലമാണ്. വയനാട് ദുരന്തത്തിൻ്റെ ഒരു ബാക്കി പത്രമായി നിരവധി വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നൽകിയ, പഠിച്ചിറങ്ങിയ ഈ GVHSS വെള്ളാരമല മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു തിരിച്ചുവരവ് ഈ രീതിയിൽ ഈ സ്കൂളിന് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ മറ്റു ചില ദൃശ്യങ്ങളാണ്, അത്ര വ്യക്തമല്ല എങ്കിൽ പോലും മറ്റു ചില ദൃശ്യങ്ങളാണ്, സമീപത്തുള്ള ദൃശ്യങ്ങൾ. ഇതാണ് നമ്മുടെ ഈ ദുരന്തത്തിൻ്റെ ഒരു പ്രത്യേക അവസ്ഥ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്കൂള് വല്ലാതെ ഇല്ലാതാകുന്നു. നമ്മൾ ഈ പറഞ്ഞതുപോലെ ചൂരൽമല പോലെയുള്ളൊരു പ്രദേശത്ത് മനുഷ്യർക്ക് ഇനിയും മനുഷ്യവാസം സാധ്യമാകുമോ എന്ന തരത്തിൽ പോലും ആ പ്രദേശം ഒട്ടാകെ മാറുന്നു. ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ മുണ്ടക്കൈ എന്ന സ്ഥലത്ത് ഒറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, ഈ മുണ്ടക്കൈ എന്ന പ്രദേശം പൂർണ്ണമായും പുറം ലോകത്ത് നിന്ന് ഒറ്റപ്പെട്ടിരിക്കുന്നു. ഇത്ര ശക്തമായ പുഴ ഒഴുകുന്നതിനാൽ ഇവിടേക്ക് വടം കെട്ടി ഇറങ്ങി ഈ ആളുകളെ രക്ഷിക്കുക എന്നുള്ള കാര്യം അത്ര എളുപ്പമല്ല എന്ന് വളരെ കൃത്യമായി തന്നെ രക്ഷാപ്രവർത്തകർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അവിടെയാണ് താൽക്കാലികമായി ഒരു പാലം നിർമ്മിച്ച് രക്ഷിക്കാം, ആളുകളെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം,
വെള്ളക്കരയിലേക്ക് കൊണ്ടുവരാം. പക്ഷേ അതും അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മുടെ ആർമിയുടെ സംവിധാനങ്ങളൊക്കെ ശക്തമായി ഉണർന്ന് പ്രവർത്തിച്ചാൽ ഒരു പക്ഷേ സംഭവിച്ചേക്കാം. ഇവിടെ നിരവധിയായ റിസോർട്ടുകളുണ്ട്. ഈ റിസോർട്ടുകളിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്ലാന്റേഷൻസിൻ്റെ നമ്മുടെ പ്ലാന്റേഷൻ മാനേജർ, ഹാരിസൺ പ്ലാന്റേഷൻ്റെ മാനേജർ നമ്മളോട് രാവിലെ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാന കാര്യം, ഇത് ഞങ്ങൾ ഒരിക്കലും ഈ ഭൂശാസ്ത്രജ്ഞർ പോലും ഒരിക്കലും ഉരുൾപൊട്ടൽ ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്ന ഒരു സ്ഥലമല്ല ഇവിടെ കുറച്ചുകൂടെ സുരക്ഷിതമായ ഒരു സ്ഥലമാണെന്ന് കരുതിയിരുന്ന ഒരു പ്രദേശമാണ്. ആയിരക്കണക്കിന് ഏക്കറുകളിൽ, ലക്ഷക്കണക്കിന് ഏക്കറുകളിൽ പ്ലാന്റേഷനാണ് ഇവിടെ മുഴുവൻ. ഇവിടെ ലയങ്ങളുണ്ട്. ഇവിടെയൊക്കെ നിരവധിയായ തൊഴിലാളികൾ ഈ പ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇവരിൽ പലരും ഈ ഉരുൾപൊട്ടൽ ഇവരെ ഒറ്റപ്പെടുത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. രാവിലെ നമ്മളോടൊക്കെ ഫോണിൽ സംസാരിച്ച് അലറി നിലവിളിച്ച് സംസാരിച്ച പലവരും പറഞ്ഞത് 8-10 പേർ ചേർന്ന് ചില സ്ഥലങ്ങളിൽ തമ്പടിച്ചിരിക്കുകയാണ്. അവർക്ക് പുറം ലോകവുമായി ബന്ധമില്ല, വെള്ളമില്ല, ഭക്ഷണമില്ല, ഒന്നുമില്ല. അങ്ങോട്ട് എത്താൻ ആർക്കും സാധിക്കില്ല. എയർലിഫ്റ്റിംഗ് മാത്രമാണ് മാർഗം. അപ്പോൾ ഈ പ്ലാന്റേഷൻ ഉള്ള തൊഴിലാളികളെ ഇത് കാര്യമായി ബാധിച്ചിട്ടുണ്ട്. നിരവധി കുടുംബങ്ങൾ ഒലിച്ചു പോയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കാഷ്വാലിറ്റിയുടെ സംഖ്യയൊക്കെ ഇനിയിപ്പോൾ നമുക്ക് വരും മണിക്കൂറുകളിൽ മാത്രമേ അറിയാൻ സാധിക്കൂ. മറ്റൊരു കാര്യം, ഒരുപാട് റിസോർട്ടുകൾ നോക്കുക. എക്കോ വില്ലേജ് റിസോർട്ട് അടക്കമുള്ള നിരവധി റിസോർട്ടുകൾ, കോസി കോട്ടേജ്, അജ്മൽ ഹോം, അജയനാഥ്, അങ്ങനെ ഒരുപാട് റിസോർട്ടുകൾ ഉള്ള ഒരു പ്രദേശം കൂടിയാണ് ഇത് എന്നുള്ളത് മനസ്സിലാക്കണം. ഈ ഏരിയ, ഈ സ്ഥലം, ഇവിടെ ഈ റിസോർട്ടുകൾ കേന്ദ്രീകരിച്ച് ഒരുപാട് വിനോദസഞ്ചാരികൾ കൂടി അവിടെ തമ്പടിച്ചിരിക്കുന്ന സ്ഥലങ്ങളായിരുന്നു. ഈ സഞ്ചാരികളിൽ പലരും അവിടെ ഈ റിസോർട്ടുകളിൽ കുടുങ്ങിക്കിടക്കുന്നു എന്ന വാർത്തയുണ്ട്. പക്ഷേ അവരൊക്കെ സുരക്ഷിതരാണ് എന്ന ആശ്വാസ വാർത്തയുമുണ്ട്. അങ്ങനെ ഒരു കാഷ്വാലിറ്റിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. ഈ പറഞ്ഞ GVHS വെള്ളാർമലയുടെ കാര്യം ഞാൻ പറഞ്ഞു. അങ്ങനെ ഭൂമിശാസ്ത്രപരമായി നിരവധി പ്രത്യേകതകളുള്ള ഒരു പ്രദേശം. ഇപ്പോൾ ചൂരൽമല റോഡ്, ഈ ചൂരൽമല റോഡും വളരെ പ്രധാനമാണ്. ഈ ഉരുൾപൊട്ടൽ ഏറ്റവും കൂടുതൽ ബാധിച്ച ഒരു പ്രദേശമാണ്. ഈ റോഡൊന്നും ഇപ്പോൾ ഇല്ല. ഈ ചൂരൽമല റോഡ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു റോഡായിരുന്നു. ഈ റോഡൊക്കെ അതിൻ്റെ പൂർണ്ണമായും ഒലിച്ചുപോയി. ഈ റോഡും ഒപ്പം ഈ പാലവും ഒലിച്ചു പോയതോടുകൂടി ഈ പ്രദേശം പൂർണ്ണമായി ഒറ്റപ്പെടുകയും അങ്ങോട്ട് ആർക്കും എത്തിപ്പെടാൻ പറ്റാത്തൊരു പശ്ചാത്തലം ഒരുങ്ങുകയുമാണ്. അങ്ങനെ പൂർണ്ണമായും ഒരു പ്രദേശത്തെ മുഴുവൻ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ, നമ്മൾ ഈ മറ്റ് സ്ഥലങ്ങളിൽ ഇരിക്കുന്നവർക്ക് ഇതിനെക്കുറിച്ച് ആലോചിക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മൾ നിലനിൽക്കുന്ന ഒരു പ്രദേശം ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതാവുകയാണ് പൂർണ്ണമായും. നമ്മുടെ വീട് അടക്കം, നമ്മുടെ സ്ഥാപനങ്ങളടക്കം ഇല്ലാതാവുകയാണ്. ഒരു പ്രദേശം, ഒരു പട്ടണം, അതൊരു നഗരമായി വളർന്നു വരുന്ന സ്ഥലമാണ് നേരത്തെ പറഞ്ഞ പോലെ ഈ ചൂരൽമല എന്ന് പറയുന്നത്. അത് ഏതാണ്ട് പൂർണ്ണമായും അത് ഇല്ലാതാകുന്ന പശ്ചാത്തലം ഒരുങ്ങുന്നു. എന്താണ് ഇനിയും ചെയ്യുക എന്ന കാര്യത്തിൽ ആർക്കും ഒരു പിടുത്തമില്ല. നമുക്ക് പല ദുരന്തങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. ഈ ദുരന്തങ്ങൾ സമാനമായി തന്നെ സംഭവിക്കുന്നു. ഇതിനൊക്കെ എന്താണ് കാരണം, ആരാണ് കാരണക്കാർ എന്നൊക്കെ ചോദിച്ചാൽ അത് പലപ്പോഴും പറയുന്ന കാര്യങ്ങളുണ്ട്. ഈ പ്രകൃതിയോട് മല്ലിട്ട് അല്ലെങ്കിൽ പ്രകൃതിയെ വെല്ലുവിളിച്ച് ജീവിക്കുക എന്നുള്ളത് അസാധ്യമാണ്. പ്രകൃതി അതിനുള്ള മറുപടികൾ പലപ്പോഴും തന്നുകൊണ്ടിരിക്കും എന്നുള്ളത്. അങ്ങനെ ഈ പല മേഖലകളിലും ഈ പറഞ്ഞതുപോലെ ഇത്തരം സ്ഥലങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്ത്, നമ്മളിപ്പോൾ രാവിലെയൊക്കെ ഭൂശാസ്ത്രജ്ഞരോട്, ഈ ദുരന്ത നിവാരണ വിദഗ്ധരോടൊക്കെ സംസാരിക്കുമ്പോൾ ഇത്തരം സ്ഥലങ്ങൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ദുരന്തങ്ങൾ വരുമ്പോൾ മാത്രമല്ല, ഇവിടെ വാസയോഗ്യമാണോ, ഭൂകമ്പത്തിന് സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടോ, ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ടോ എന്ന് വളരെ കൃത്യമായി തന്നെ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെക്കുറിച്ച് പഠിക്കണം. പഠിച്ചതിന് ശേഷം മാത്രമാകണം ഈ മേഖലകളിൽ ജനവാസം അനുവദിക്കേണ്ടത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അല്ലെങ്കിൽ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കും. അങ്ങനെ ഏറെ പ്രത്യേകതകളുള്ള ഒരു പ്രദേശത്തിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അത് എങ്ങനെയാണ് ഇനി ഈ ദുരന്തത്തെ കൈകാര്യം ചെയ്യുക എന്നത് കാത്തിരിക്കേണ്ടി വരും. ഇനി ഒരുപാട് പ്രവർത്തനങ്ങൾ ബാക്കിയുണ്ട്. അതിനുശേഷമാണ് ഏറ്റവും വലിയ ഉദാഹരണം ഈ സ്കൂളിൻ്റെ തന്നെയാണ്. ഒരു സ്കൂൾ ഇല്ലാതാകുന്നൊരു പശ്ചാത്തലം ഞാൻ പറഞ്ഞു. അങ്ങനെ അനവധി സ്ഥാപനങ്ങളും കെട്ടിടങ്ങളും വീടുകളും മനുഷ്യരും ഒലിച്ചുപോയിരിക്കുന്നു. അതാണ് ഈ ദുരന്തത്തിൻ്റെ ബാക്കി പത്രം.